ശ്യാമാമണത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് തന്നെയാണോ സാർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ സംഭവിക്കില്ലെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ വരണം. പക്ഷേ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ സർ, ബെഞ്ചമിനും അയാളുടെ കൂട്ടാളികൾക്കും വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നു. 4 സ്റ്റേഷനിൽ നിന്നുള്ള മുഴുവൻ പോലീസുകാരും ഈ അന്വേഷണത്തിന്റെ പുറകിലാണ്. വെരി ഗുഡ്. എനിത്തിങ് എൽസ്? കടലിലെ തിരച്ചിലിന് നേവി ബോട്ട്സ് വിട്ടുകിട്ടിയിട്ടുണ്ട് സർ. പരിസരവാസികളായ മത്സ്യബന്ധന പ്രവർത്തകരും കടലിലിറങ്ങും. ഓക്കെ സർ. സർ, ഇതെല്ലാം ഒരു വിശ്വസിപ്പിക്കലായിക്കൂടെ? കുറെ ദൂരം CCTVയിലുള്ള ഇടങ്ങളോട് സഞ്ചരിച്ച വാഹനം പിന്നെ CCTV ഇല്ലാത്തടത്തേക്ക് മറിഞ്ഞു. ചെറിയമ്മയുടെ വീട്ടിൽ നിന്നും ഈ കായൽക്കരയിലേക്ക് വരണമായിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും ദൂരം അലയണ്ടായിരുന്നല്ലോ. ബോധപൂർവം നമ്മുടെ അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം കൃത്യം ചെയ്തവരുടെ പ്രവർത്തികളിലും കാണുന്നുണ്ട്. അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് നമ്മൾ പേടിച്ചേ പറ്റൂ. സംതിങ് ഹാപ്പൻഡ്. ആരതി ചോദിച്ചത് തന്നെയാണ് സാർ എൻ്റെ സംശയം. അന്വേഷണം വഴിതെറ്റിക്കാനാണ് അവർ ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കൊണ്ട് പ്രയോജനം ഉണ്ടാവോ? അന്വേഷണം നമ്മളിതിൽ ചുരുക്കിയിട്ടൊന്നുമില്ല സൂര്യ. എനിവേ നമുക്ക് നോക്കാം. സാർ പ്ലീസ്, അമ്മ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ ആഗ്രഹിച്ച സമയമായിരുന്നത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വരുൺ. ഞാൻ മേഡത്തിന്റെ വലിയൊരു ഫാനാണ്. കുറെ കാലമായിട്ട് വലിയൊരു സുഹൃത്തുമാണ്. തനിക്കറിയാലോ, ഒന്നും സംഭവിക്കരുതെന്ന് തന്നെയാണ് എന്റെയും പ്രാർത്ഥന. നമുക്ക് നോക്കാം. കഴിഞ്ഞില്ലേ മുത്തശ്ശി? ഇറങ്ങണ്ടേ? ഇറങ്ങുന്നടി പെണ്ണെ. ഈ അടുത്തായിട്ട് മുത്തശ്ശിക്ക് ഒരുക്കം കുറച്ച് കൂടുതലാ. അതിന് നിനക്കെന്താ? എടി, ഇപ്പൊ അറിഞ്ഞൊന്നൊരുങ്ങിയാലേ ഈ സുകുമാരി ചെറുപ്പക്കാരിയാ. ഈ മുടിയും കൂടി ഒന്ന് കറുപ്പിച്ചാ പിന്നെ പറയുകയും വേണ്ട. എന്റെ സൗന്ദര്യം എന്തായാലും നിനക്ക് കിട്ടിയിട്ടില്ല. ആ, അത് ഞാൻ സമ്മതിച്ചു. ഇതെന്റെ സുന്ദരി മുത്തശ്ശിയല്ലേ? പോവാം. വാ. മോളെ പ്രിയങ്കേ, അച്ഛന് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ശ്യാമ മേഡത്തിന്റെ കാര്യം അറിഞ്ഞല്ലോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാധിക ഒന്ന് കാണാൻ പോണമെന്നുണ്ട്. അതിന് എന്നോട് ചോദിക്കുന്ന എന്തിനാ? എന്നോട് ചോദിച്ചിട്ടല്ലോ നിങ്ങൾ അവളെ കാണാൻ പോകുന്നേ. കണിമംഗലത്തേക്ക് ചെന്ന് കയറാൻ ഒരു മടി. നിങ്ങൾ അങ്ങനത്തെ ദ്രോഹമാണല്ലോ അവരോട് ചെയ്തത്. നിങ്ങളുടെ പ്രവൃത്തി കാരണം അങ്ങോട്ട് പോവാനുള്ളൊരു ബുദ്ധിമുട്ട്. എന്തൊക്കെയായി പറയുന്നേ? കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. കണിമംഗലത്തെ അല്പം പ്രശ്നങ്ങളാണെന്നാ കേട്ടത്. കമ്പനിയിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട്.